ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യരായ, ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഇതിനെ വിജയിപ്പിച്ചു തരികയും പരിപൂർണ ഇഖ്ലാസോടുകൂടി നിർവഹിക്കുന്ന ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് ഇതിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സകാത്തുമായി ബന്ധപ്പെട്ട ഈ സെമിനാറിൽ സകാത്ത് നിർബന്ധമാകുന്ന പരിധിയും തോതും പരിചയപ്പെടുത്തുക എന്നതാണ് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം. നമുക്ക് ധാരണയുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കടന്നു പോകാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. സകാത്തിന്റെ പരിധിയെക്കുറിച്ചും തോതിനെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് സകാത്തുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെയുള്ള പ്രഭാഷണങ്ങളിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള കുറേ ആമുഖങ്ങളുണ്ട്. അത് സകാത്തിനെ സമീപിക്കുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സകാത്ത് ഒരു ആരാധനാകർമ്മം എന്നുള്ള നിലക്ക് ദീനിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിനെ ഒരു ആരാധനാകർമ്മം എന്നത് അതിൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റായി മനസ്സിലാക്കുന്നതിന് പകരം സകാത്ത് യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ അഖീദയുമായിട്ടാണ്, നമ്മുടെ വിശ്വാസവുമായിട്ടാണ് എന്ന് നമുക്ക് ബോധമുണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശവാക്യത്തിൻ്റെ അല്ലെങ്കിൽ തൗഹീദിൻ്റെ താല്പര്യത്തിൻ്റെ വിശദീകരണമാണ് അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നതും അള്ളാഹുവാണ് സകലതിൻ്റെയും മാലിക്, ഉടമസ്ഥൻ എന്നതും അതുകൊണ്ട് തന്നെ ആത്യന്തികമായി അൽ മാലു മാലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകല മാലും സകല സമ്പത്തും സകല ധനവും അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെതാണ് എന്നുമുള്ള വിശ്വാസം. നിങ്ങളുടെ സമ്പത്തിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ ധനികരിൽ നിന്ന് അവരുടെ സമ്പത്തിന്റെ സക്കാത്ത് സ്വീകരിക്കണം, എന്നിട്ടത് ദരിദ്രർക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഈ സമ്പത്തിന്മേലുള്ള നമുക്കുള്ള പരമാധികാരത്തിന്റെ ഒരടിസ്ഥാനത്തിലല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ റോൾ വന്നാസു മുസ്തഖ്ലഫൂന ഫീഹി, നമ്മൾ ഇതിൽ കൈകാര്യകർത്താക്കൾ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കൈകാര്യകർത്താക്കൾ മാത്രമാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ സമ്പത്ത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് സമ്പത്തിനെ ധാരാളമായി പ്രയോഗിച്ചിട്ടുണ്ട്. മനുഷ്യരിലേക്ക് ചേർത്തും അത് പ്രയോഗിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹു പറഞ്ഞത് പ്രകാരം ഈ സമ്പത്തിന്റെ വിനിയോഗം നടത്തേണ്ടുന്ന ആളുകളാണ് മനുഷ്യർ എന്നുള്ള നിലക്കാണ് അത് പറയുന്നത്. അള്ളാഹുവിന് സമ്പത്തിന്റെ വിതരണം എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യാൻ അള്ളാഹ്ക്ക് കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് മനുഷ്യർക്ക് ജീവിതത്തിൽ പരീക്ഷണമാകണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. സമ്പത്തുള്ളവനും സമ്പത്ത് പരീക്ഷണമാണ്, സമ്പത്തില്ലാത്തവനും സമ്പത്ത് പരീക്ഷണമാണ് എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ധനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ എന്നതിനെ കുറിച്ചാണ് സക്കാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ അഖീദയുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എൻ്റെ റഹ്മത്ത് അതെല്ലാറ്റിനെയും വ്യാപിച്ചു നിൽക്കുന്ന ഒന്നാകുന്നു. അള്ളാഹിന്റെ റഹ്മത്തിന്റെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ റഹ്മത്താകുന്നു. ഈ റഹ്മത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് കരുതി വെച്ചിട്ടുള്ളത്? വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ എന്ന് പറഞ്ഞതിന് ശേഷം സൂറത്തുൽ അഅറാഫിലെ 156-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്
ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന സകാത വഹും ബിആയാതിനാ യുഅ്മിനൂൻ എന്നാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്, നിർബന്ധമാക്കിയിട്ടുള്ളത്, അത് അല്ലാഹു വിധിച്ചിട്ടുള്ളത് തഖ്വയുള്ളവർക്കും സകാത്ത് നൽകുന്നവർക്കും അല്ലാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർക്കുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ജീവിതത്തിലുടനീളം ഏത് കർമ്മങ്ങൾ ചെയ്താലും അല്ലാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് മഗ്ഫിറത്തിന് വേണ്ടിയും അള്ളാന്റെ റഹ്മത്തിന് വേണ്ടിയുമാണ്. നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ മഗ്ഫിറത്ത് തേടുന്നു. നമസ്കാരത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ അല്ലാഹുവോട് അള്ളാന്റെ റഹ്മത്ത് ചോദിക്കുന്നു. ഒടുവിൽ മരിച്ച് നമ്മുടെ മുമ്പിൽ വെക്കപ്പെടുന്ന മയ്യത്തിന് വേണ്ടി നമ്മൾ തേടുന്നത് അള്ളാന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ മഗ്ഫിറത്തുമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും അള്ളാന്റെ റഹ്മത്ത് അത്രയും പ്രധാനമാണ് എന്നതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാനുള്ള മാർഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് ഒന്ന് തഖ്വയാണ്, രണ്ട് സക്കാത്ത് കൊടുക്കലാണ്. അത് അള്ളാഹുവിന്റെ റഹ്മത്ത് വരാനുള്ളതാണ്. അപ്പോ ആ നിലക്ക് അള്ളാഹിന്റെ റഹ്മത്ത്, നമ്മുടെ സ്വർഗപ്രവേശം സാധ്യമാക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്ത് നേടിയെടുക്കാൻ അനിവാര്യമായും അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കർമ്മം എന്നുള്ള നിലക്ക് സക്കാത്തിനെ മനസ്സിലാക്കണം എന്നത് ഏറ്റവും പ്രധാനമാണ്. മറ്റൊരു കാര്യം, സക്കാത്ത് കൊടുക്കുന്നതിന്റെ, സക്കാത്ത് സംവിധാനത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഗുണങ്ങൾ, സൽഫലങ്ങൾ ആർക്കാണ്? സാധാരണ നമ്മൾ സക്കാത്ത് അവതരിപ്പിക്കുമ്പോഴൊക്കെയും നമ്മൾ പറയുക, അതിന്റെ ഗുണം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സക്കാത്ത് കൊടുക്കുന്നതിന്റെ ആദ്യത്തെ ഗുണഫലങ്ങൾ അത് അതിന്റെ ഗുണഭോക്താക്കൾക്കാണ് എന്നാണ് നമ്മൾ പറയാ. സക്കാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ എപ്പോഴും പറയുക ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് അനുസരിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സക്കാത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ സാമൂഹ്യ പുരോഗതി എന്ന് പറയുന്നത് സക്കാത്തിന്റെ രണ്ട് ഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഘട്ടത്തിലൂടെ മാത്രം പൂർത്തീകരിക്കുന്നതാണ്. സക്കാത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന് ശേഖരണത്തിൻ്റെതാണ്, രണ്ട് വിതരണത്തിൻ്റെതാണ്. സക്കാത്ത് ശേഖരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് ഖുർആനിലൂടെ പ്രഖ്യാപിച്ച ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനുശേഷം സക്കാത്ത് വിതരണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെച്ചമാണ്, പ്രയോജനങ്ങളാണ് സക്കാത്തിന്റെ ഗുണഭോക്താക്കൾക്ക് കിട്ടുന്നത്. അതേ സമയത്ത് സക്കാത്തിന്റെ ശേഖരണത്തിലൂടെ ലഭിക്കേണ്ടുന്ന മുഴുവൻ ഗുണഫലങ്ങളും അത് സക്കാത്ത് ദായകർക്കുള്ളതാണ്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ, പ്രവാചകന്റെ സ്ഥാനത്ത് എല്ലാ കാലത്തുമുള്ള ഇസ്ലാമിക ഭരണാധികാരികൾക്കുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, അവരിൽ നിന്ന് താങ്കൾ സക്കാത്ത് സ്വീകരിക്കുക. അതെന്തിനാണ്? തുതഹിറുഹും, ഒന്നാമത്തെ സക്കാത്തിന്റെ ലക്ഷ്യം സക്കാത്ത് ദായകരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. വതുസക്കീഹിം ബിഹാ, അവരുടെ സംസ്കരണത്തിനും അവരുടെ വളർച്ചക്കും പുരോഗതിക്കും വേണ്ടിയാണ് സക്കാത്ത് സ്വീകരിക്കേണ്ടത്. അതല്ലാതെ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങലോ അവരിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ അവരങ്ങനെ സമ്പന്നരായി നിലനിൽക്കണ്ട എന്ന് കരുതിയിട്ട് കുറച്ചവിടെ നിന്ന് പിടിച്ചെടുക്കുന്നതല്ല. ആ സക്കാത്ത് ദായകരുടെ ശുദ്ധീകരണത്തിനും അവരുടെ തന്നെയും വളർച്ചക്കും പുരോഗതിക്കുമുള്ളതാണ്. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സക്കനുൽ ലഹും, താങ്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ആ പ്രാർത്ഥന സക്കാത്ത് സ്വീകരിച്ചതിന് ശേഷം ഉത്തരവാദപ്പെട്ട സക്കാത്ത് ശേഖരിക്കുന്ന ഭരണാധികാരി, അയാളോടൊപ്പം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ എന്നല്ല, അവരുടെ സ്ഥാനത്ത് നിന്ന് മുഴുവൻ മുഅ്മിനുകളും സക്കാത്ത് ദായകർക്ക് നടത്തുന്ന പ്രാർത്ഥന സക്കാത്ത് ദായകർക്ക് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. ആ പ്രാർത്ഥനയുടെ ഗുണഫലം എന്താന്ന് ചോദിച്ചാൽ ഇന്ന സ്വലാത്തക സക്കനുൽ ലഹും, ആ പ്രാർത്ഥന അവർക്ക് സമാധാനം നൽകും. അവർക്ക് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള, പണം കൊടുത്താലും കിട്ടാത്ത, മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും ആത്യന്തികമായി ആവശ്യമുള്ള സമാധാനവും സ്വസ്ഥതയും അവർക്ക് കിട്ടും. ഇതാണ് സക്കാത്ത് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം. സക്കാത്ത് ശേഖരണത്തിന്റെ മഖാസിദുകളായി, അടിസ്ഥാന ലക്ഷ്യങ്ങളായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കും വിധം സക്കാത്ത് ശേഖരണം നടന്നാൽ മാത്രം പിന്നീട് നടക്കുന്ന അടുത്ത ഘട്ടമാണ്
അവകാശികൾക്കുള്ള അതിന്റെ വിതരണം എന്ന് പറയുന്നത്. ആ വിതരണം നടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ സാമൂഹിക പുരോഗതിയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അടക്കമുള്ള വളരെ അനിവാര്യമായ ഒരുപാട് ഗുണങ്ങൾ അതിന്റെ ഗുണഭോക്താക്കൾക്ക് കിട്ടുമെന്നത് ശരിയാണ്. അപ്പൊ സക്കാത്ത് ദായകരായ എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും സക്കാത്തിനെ സമീപിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഗുണഫലങ്ങൾ തങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ഒരു കർമ്മം എന്നുള്ള നിലക്ക് സക്കാത്തിനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിർവഹിക്കേണ്ടുന്ന ശരിക്കും നിയ്യത്ത് വെച്ച് സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു വരുന്ന പിരിവുകാരുണ്ടെങ്കിലും നമ്മൾ സൂക്ഷിച്ച്, നിങ്ങൾ കുറച്ചു നേരം കാത്തു നിൽക്കും, ഞാനൊന്ന് ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞ് സമയം ചോദിച്ച് നീയത്ത് വെച്ച് നീയത്ത് ശുദ്ധമാക്കി നിർവഹിക്കേണ്ടുന്ന അല്ലാഹുവേ, നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ സകല ഗുണഫലങ്ങളും ലഭിക്കുവാൻ വേണ്ടി അത് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ നിർവഹിക്കേണ്ടുന്ന സക്കാത്ത് ഞാൻ ഇതാ നിർവഹിക്കുകയാണ് എന്ന നീയത്ത് ഉറപ്പിച്ച് നിർവഹിക്കേണ്ടുന്ന ഒരു കർമ്മമായി നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത്, എല്ലാ മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സക്കാത്ത് നിസാബ് തികഞ്ഞാൽ സമ്പത്തിൽ നിന്ന് കൊടുക്കേണ്ടുന്ന നിർണിതമായ വിഹിതങ്ങളാണ്. ഈ നിസാബ് തികയുക എന്ന് പറയുന്നത് സക്കാത്ത് നിർബന്ധമാകാനുള്ള ഷർത്ത്, സക്കാത്തിന്റെ ഷർത്തുകളിൽ ഒന്നാണ്. അത് നമസ്കാരത്തിന് സമയമാവുക എന്ന ഷർത്ത് പോലെയുള്ള ഒന്നാണ്. നമസ്കാരത്തിന്റെ സമയമാവുക എന്ന ഷർത്തിനെ നമ്മൾ സമീപിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കാത്തിരിക്കും, ബാങ്ക് കൊടുക്കാനായോ വാച്ചിലേക്ക് നോക്കി, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് മുട്ട് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കി നമ്മൾ ഇങ്ങനെ നമസ്കാരത്തിന്റെ സമയമായോ എന്ന് ഇടക്കിടക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഓരോ മുഅ്മിനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്റെ സമ്പത്തിൽ എവിടെയെങ്കിലും നിസാബ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. പൊതുവിൽ ഇങ്ങനെ ഞാൻ ഈ നാട്ടിലെ പണക്കാരനൊന്നല്ല എന്ന ഒരു പൊതുധാരണയിൽ ഞാൻ സക്കാത്ത് കൊടുക്കാനൊന്നും ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുകയല്ല വേണ്ടത്. ഒരു മുഅ്മിൻ തന്റെ ജീവിതത്തിൽ എപ്പോൾ ഏത് വഴിക്ക് വരുമാനം വരുമ്പോഴും സ്വന്തം മൊത്തം വരുമാനങ്ങൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കണം. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സക്കാത്ത് എന്ന് പറയുന്ന മഹത്തായ ഒരു കർമ്മം ചെയ്യാൻ ആവശ്യമായ വിധത്തിൽ അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഗുണഫലങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ആയിട്ടുണ്ടോ എന്ന് അയാള് കണക്ക് കൂട്ടി കാത്തിരിക്കണം. ഓരോ ശമ്പളം കിട്ടുമ്പോഴും ഓരോ പുതിയ വരുമാനം കയ്യിലേക്ക് വരുമ്പോഴും അയാൾ ബാങ്കിലുള്ള പണവും കയ്യിൽ കരുതി വെച്ച പണവും ആർക്കെങ്കിലും കടമായി കൊടുത്ത പണവും ഇതൊക്കെ ഒന്ന് കൂട്ടി നോക്കിയിട്ട് പണത്തിന്റെ നിസാബ് തികഞ്ഞിട്ടുണ്ടോ നോക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ കണക്ക് നോക്കുമ്പോ അന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 85 ഗ്രാം സ്വർണത്തിന്റെ വില, അതല്ലെങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ വില, അതിന് തുല്യമായ സംഖ്യ അയാളുടെ കയ്യിലുണ്ട് എന്ന് വന്നാൽ ആ ദിവസം അയാൾ ഒരിക്കലും മറന്നു പോകാൻ സാധ്യതയില്ലാത്ത വിധം കലണ്ടറിൽ രേഖപ്പെടുത്തി വെക്കണം. അത് പ്രധാനപ്പെട്ട അയാളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണത്. എന്നിട്ട് അത് രേഖപ്പെടുത്തി വെക്കണം. രേഖപ്പെടുത്തി വെച്ചിട്ട് ഒരു ചന്ദ്രവർഷം മറിയുന്നത് കാത്തിരിക്കണം അയാൾ. അങ്ങനെ മറിഞ്ഞാൽ അത് മറിയുന്ന ആ ഡേറ്റിൽ തന്റെ കൈവശമുള്ള പണം ആ നിസാബിന്റെ കണക്കനുസരിച്ചും അതിന് മുകളിലും തന്നെ ഉണ്ടോ എന്നൊന്നുകൂടി കണക്ക് കൂട്ടി ഉറപ്പുവരുത്തണം. എന്നിട്ടുണ്ടെങ്കിൽ 2.5% അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, എന്റെ ജീവിതത്തിൽ എന്റെ അടിസ്ഥാന ചെലവുകൾ കഴിച്ച് എന്റെ ആവശ്യങ്ങൾ കഴിച്ച് ഇത്ര അളവിൽ സംഖ്യ ബാക്കിയാകാൻ, പണം ബാക്കിയാകാൻ അള്ളാഹു എന്നെ സഹായിച്ചിരിക്കുന്നു. അപ്പൊ അതിനുള്ള നന്ദി സൂചകമായി അതുകൊണ്ട് എന്റെ സമ്പത്തിൽ ഇനി 2.5% എനിക്ക് അവകാശപ്പെടാത്ത ഏതുപോലെയുള്ള ധനമാണത്? നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുള്ള സംഖ്യയിലേക്ക് നമ്മൾ അറിയാതെയും അറിഞ്ഞും ശ്രദ്ധിക്കാതെയും ഇല്ലാതെയും പലിശ വന്നു ചേരുന്നത് പോലെ ആ പലിശ നമുക്ക് ഹറാമായ ധനമാണ്. അതെങ്ങനെയെങ്കിലും അവിടുന്ന് എടുത്ത് ഒഴിവാക്കണമല്ലോ. അങ്ങനെ ഒരു കാരണവശാലും തനിക്ക് ഉപയോഗിക്കാൻ ഹലാലല്ലാത്ത ഒരു 2.5% തുക തന്റെ സമ്പത്തിലുണ്ട്. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ നിയ്യത്തോടുകൂടി അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ ഗുണഫലങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് അത് ചെലവഴിക്കുക
ഈ സ്വഭാവത്തിലാണ് സക്കാത്തിനെ നമ്മൾ സമീപിക്കേണ്ടത്. അങ്ങനെ നിർവഹിക്കുമ്പോൾ നമുക്ക് നിസാബിന്റെ കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ തർക്കങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമാവൂല. ഓരോ മുഅ്മിനും ഈ നിലക്ക് സക്കാത്തിനെ ഒരു അവസരമായിട്ട് മനസ്സിലാക്കാൻ, യഥാർത്ഥത്തിൽ അതൊരു അവസരമാണ്. അള്ളാഹിന്റെ റഹ്മത്ത് നേടിയെടുക്കാനുള്ള, അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള കുറേയധികം ഗുണഫലങ്ങൾ നേടിയെടുക്കാനുള്ള, മറ്റുള്ള കർമ്മങ്ങളിലൂടെ ഒന്നും വന്നു ചേരാത്ത ധാരാളം മസ്ലഹത്തുകളുള്ള ഒരു കർമ്മമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിസാബ് തികയാതെയും സക്കാത്ത് കൊടുക്കാൻ ഒരു മുസ്ലിം മുന്നോട്ട് വരും. കാരണം അതിന് മാത്രം വലിയ സൽഫലങ്ങളാണ് ഇതിനുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പൊ അങ്ങനെ സക്കാത്തിനെ സമീപിക്കാൻ നമുക്ക് കഴിയണം. ഇത് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെട്ടതിന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സക്കാത്തിന്റെ നിസാബും അത് കൊടുക്കേണ്ടുന്ന വിഹിതമൊക്കെ പറയേണ്ടതുള്ളൂ. അങ്ങനെ അത് പറയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ പിശാച് ഇങ്ങനെ വർക്ക് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇൻഫാഖ് നടത്തേണ്ടതിന്റെ, സക്കാത്ത് കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം വിവരിക്കുന്നിടത്ത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന ഒരു വർത്താനം, യഇദുകുമുശ് ശൈത്വാനുൽ ഫഖർ, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്. നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നതിൽ നിന്നൊക്കെ നിങ്ങൾ ചെലവഴിക്കണം. വലാ തയമ്മമുൽ ഖബീസ്, ചെലവഴിക്കുമ്പോ തഖ്വ ഉണ്ടാകണം. മോശമായത് പേട് തെരഞ്ഞെടുത്ത് സക്കാത്ത് കൊടുക്കരുത് എന്നൊക്കെ ഉപദേശിച്ചതിന് ശേഷം, കാരണം അതൊക്കെ വളരെ പ്രധാനമാണ്, അങ്ങനെയൊക്കെ ഉപദേശിച്ചതിന് ശേഷം അള്ളാഹ് അതിനുശേഷം പറയാണ്, അങ്ങനെ നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, ചെലവഴിച്ചാൽ ദാരിദ്ര്യം പിടികൂടുമെന്ന് വസ്വാസുണ്ടാക്കി പിശാച് നിങ്ങളെ വഴികേടിലാക്കാൻ ശ്രമിക്കും. വയഅ്മുറുകും ബിൽ ഫഹ്ശാ, ചെലവഴിക്കുകയും നല്ലത് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം തിന്മകൾ ചെയ്യാൻ പിശാച് നിങ്ങളെ ഉപദേശിക്കും, കൽപ്പിക്കും. അതേ സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് മഗ്ഫിറത്തും ധാരാളക്കണക്ക് ഔദാര്യവും നിങ്ങൾ ചെലവഴിക്കുന്നതിന് പകരമായി ഓഫർ ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ മുൻനിർത്തി ഈ മാർഗത്തിൽ പൈശാചിക പ്രേരണകൾ ഉണ്ടാകും. അതുകൊണ്ട് പഴുതുകൾ തേടാൻ നമ്മുടെ മനസ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് പൈശാചികമായ പ്രവണതയാണ് എന്നതൊക്കെ ഖുർആൻ പച്ചക്ക് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സക്കാത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്ന കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കർമ്മത്തെയും ഇതിന്റെ അളവുകളെയും ഒക്കെ നമുക്ക് സമീപിക്കേണ്ടത്. വളരെ പെട്ടെന്ന് പ്രധാനപ്പെട്ട് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടുന്ന ചില ധനങ്ങളുടെ കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ, വിശദാംശങ്ങൾ ഇവിടെ പറയുന്നില്ല. ബൈത്തു സക്കാത്ത് തന്നെ പുറത്തിറക്കിയ ഇതിന്റെ നിസാബും അത് കൊടുക്കേണ്ടുന്ന കണക്കും അടക്കമുള്ള ബ്രോഷറുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതല്ലാതെയും ധാരാളം സംവിധാനങ്ങളിലൂടെ നിങ്ങൾക്കത് കൊടുക്കേണ്ടുന്ന സമയത്ത് നമ്മൾ എവിടുന്നെങ്കിലും കേട്ടത് വെച്ച് കൊടുക്കുന്നതിന് പകരം ആ വിഷയത്തിൽ അറിവുള്ള ആളെ നോക്കി കണക്ക് കൂട്ടാൻ അറിയുന്നവരെ ഒക്കെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തി, സ്വന്തം നമുക്ക് കഴിയുമെങ്കിൽ അതിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്തി സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതാണ്. ഒരു തരിമ്പും ഒരു ചില്ലിക്കാശും സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് തന്റെ സമ്പത്തിൽ അന്യായമായി ബാക്കി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അത് നിർവഹിക്കുകയാണ് വേണ്ടത്. ഏറ്റവും പ്രധാനമായി നമുക്ക് സക്കാത്ത് കൊടുക്കാനുള്ളത് പണത്തിനാണ്. പണം എന്ന കാറ്റഗറി സക്കാത്ത് നിർബന്ധമുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് സമ്പത്തിന്റെ ഇനങ്ങൾക്കാണ്. സമ്പത്ത് പല ഇനങ്ങളുണ്ട്. ആ സമ്പത്തിന്റെ ഇനങ്ങളിലാണ് സക്കാത്ത് ബാധകമാകുന്നത്. ഏതെങ്കിലും തൊഴിലിന് അങ്ങനെയൊന്നല്ല സക്കാത്ത് ബാധകമാവുക. അപ്പൊ സമ്പത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് പണമാണ്. പണമായിട്ട്, കറൻസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ളതിന് സക്കാത്ത് ബാധകമാണ്. അതിന്റെ അടിസ്ഥാനം സ്വർണവും വെള്ളിയുമാണ്. അപ്പൊ സ്വർണത്തിനും വെള്ളിക്കും സക്കാത്ത് നിർബന്ധമാണ് എന്നതുപോലെ എല്ലാ തരം കറൻസികൾക്കും സക്കാത്ത് നിർബന്ധമാണ്. അതിൽ സക്കാത്ത് നിർബന്ധമാകുന്ന തോത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് 20 മിസ്കാൽ, സ്വർണമാണെങ്കിൽ 20 മിസ്കാൽ അല്ലെങ്കിൽ 20 ദീനാർ. അന്നത്തെ നാണയം കൂടിയാണ്, സ്വർണ നാണയമാണ് ദീനാർ, വെള്ളി നാണയമാണ് ദിർഹം. അതുകൊണ്ട് വെള്ളി നാണയത്തിൽ 200 ദിർഹമും സ്വർണ നാണയത്തിൽ 20 ദീനാറുമാണ്. അന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 20 ദീനാർ എന്ന് പറഞ്ഞാൽ
20 ദീനാറും 200 ദിർഹം എന്നും പറഞ്ഞാൽ അതിന്റെ വാല്യൂ സെയിമാണ്. അതിന്റെ വാല്യൂ സെയിമാണ്. അത് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് അതിങ്ങനെ നിസാബായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതേ സമയത്ത് കാലം കഴിഞ്ഞു പോയതിനനുസരിച്ച് മനുഷ്യ ജീവിതത്തിൽ വന്നിട്ടുള്ള സാമ്പത്തികമായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വെള്ളിയുടെ വില വളരെ വലിയ അളവിൽ ചുരുങ്ങുകയും സ്വർണത്തിന്റെ മൂല്യം വളരെ വലിയ അളവിൽ വർദ്ധിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ 20 ദിർഹമായിരുന്നു റസൂലിന്റെ കാലത്ത്. 20 ദീനാർ എന്ന് പറഞ്ഞാൽ 200 ദിർഹമായിരുന്നു. അതേ സമയത്ത് അത് നമ്മുടെ കാലത്തേക്ക് മാറ്റിയാൽ 20 ദീനാർ സ്വർണം എന്ന് പറഞ്ഞാൽ 20 മിസ്കാൽ സ്വർണം എന്ന് പറഞ്ഞാൽ 85 ഗ്രാം സ്വർണമാണ്. 200 ദിർഹം വെള്ളി എന്ന് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളിയാണ്. ഇത് രണ്ടിനെയും ഇന്ന് താരതമ്യം ചെയ്താൽ ഒരുപോലെയല്ല, ഒരു നിലക്കും ഒരുപോലെയല്ല. ഇന്നത്തെ ഒരു മാർക്കറ്റ് വാല്യൂ അനുസരിച്ച്, മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച്, ഇന്നത്തെ സ്വർണ്ണ വില അനുസരിച്ച് 85 ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ അതിന്റെ വില 4,88,750 രൂപയാണ്. 5,750 രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് മാർക്കറ്റ് പ്രൈസ് കാണിക്കുന്നത്. അതേ സമയത്ത് 1 ഗ്രാം വെള്ളിയുടെ വില ഇന്ന് 76 രൂപ മാത്രമാണ്. അതനുസരിച്ച് 595 ഗ്രാം വെള്ളി എന്ന് പറഞ്ഞാൽ അതിന്റെ വില വെറും 45,220 രൂപ മാത്രമാണ്. അപ്പൊ സ്വർണത്തിന്റെ കണക്കനുസരിച്ച് 4,88,000 ചില്ലാനം രൂപ വരുന്നിടത്ത് വെള്ളിയുടെ അനുസരിച്ച് 45,000 ചില്ലാനമേ വരുന്നുള്ളൂ എന്നതാണ്. അപ്പൊ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്, ഇതിൽ ഏതിനെയാണ് നമ്മൾ കറൻസി, പണത്തിന് നിസാബായിട്ട് പരിഗണിക്കേണ്ടത് എന്നതാണ്. അപ്പൊ അതിൽ പണ്ഡിതന്മാർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാര് നല്ല ഒരു വിഭാഗം ആളുകൾ വെള്ളിയുടേതാണ് മാനദണ്ഡമാക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സക്കാത്തിനെ കുറിച്ചൊരു മുഅ്മിൻ ഉണ്ടാകേണ്ടുന്ന കൺസെപ്റ്റ് അനുസരിച്ച് അയാളോട് നിങ്ങൾ വെള്ളിയിൽ നിസാബ് തികഞ്ഞാൽ സക്കാത്ത് കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിൽ ഒരു അനിയൊക്കെ അനുസരിച്ച് നമുക്ക് കഴിയുമെങ്കിൽ സക്കാത്തിന്റെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാൻ പോകുന്ന ഗുണഫലങ്ങൾ കൂടി പരിഗണിച്ച് നമുക്കതിൽ ഉദാരമായ സമീപനം സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ വെള്ളിയുടെ നിസാബ് പരിഗണിച്ച് നമ്മൾ കൊടുക്കുക. 45,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ ഉള്ള ഒരാള് സക്കാത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ അയാളുടെ കൈവശമുള്ള 50,000 രൂപയിൽ നിന്ന് ആകെ എത്രയേ കുറയുള്ളൂ? 1,00,000-ൽ നിന്ന് 2,500 രൂപയെ കുറയുള്ളൂ. അത് ഈ 2,500-ന്റെ വിലയായിരിക്കുകയില്ല അള്ളാന്റെ അടുത്ത് ഉണ്ടാവുക. യംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖാത്ത്. പലിശയിലൂടെയാണ് സാമ്പത്തിക വർധന ഉണ്ടാവുക എന്നതാണ് നമ്മുടെ കാലത്തെ അല്ലെങ്കിൽ ഭൗതികമായി കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുക. പക്ഷേ അള്ളാഹു പലിശയെ തേച്ചു മായ്ച്ചു നശിപ്പിക്കുകയും സദഖയെ, സക്കാത്തിനെ വളർത്തുകയുമാണ് ചെയ്യുക. 2,500 അവിടെ കൊടുത്തിട്ടാൽ അള്ളാഹു അത് വളർത്തും. ആ വളർച്ച നമ്മുടെ ദുനിയാവിലുള്ള സമ്പത്തിൽ കാണും, പാരത്രികമായി നമുക്ക് കിട്ടേണ്ടുന്ന ഗുണഫലങ്ങളിലും അത് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ആരാധനാ കർമ്മമാണിത്. അപ്പൊ പണത്തിന് നമ്മുടെ കയ്യിലുള്ളതിന് 85 ഗ്രാം ആണ് നമ്മൾ നിസാബായി പരിഗണിക്കുന്നതെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന് ഏതാണ്ട് 5 ലക്ഷത്തിന് രൂപക്കടുത്തുള്ള സമ്പത്തും അതിന് മുകളിലുള്ള പണവും കയ്യിലുള്ളവർ 2% സക്കാത്ത് കൊടുക്കുക. അതല്ല വെള്ളിയുടേതിന് സ്വീകരിക്കാൻ കഴിയുന്നവർ അതിന് മുകളിലുള്ളതിന് 2% സക്കാത്ത് കൊടുക്കുക. അപ്പൊ പണം എന്ന് പറയുമ്പോൾ പണമായിട്ട് നമ്മുടെ കയ്യിൽ ഏതൊക്കെ രൂപത്തിൽ, ഏതൊക്കെ മാർഗങ്ങളിലൂടെ വന്നതുണ്ടോ അതൊക്കെ ഒരൊറ്റ ഇനമായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഉള്ളൊരു വിഷയം എന്താന്ന് ചോദിച്ചാല്, ചിലപ്പോ കച്ചവടത്തിലൂടെ നമുക്ക് കിട്ടിയ ലാഭമായിട്ടുള്ള കുറെ പണം ഉണ്ടാകും. അതിനെ 2 രീതിയിൽ നമുക്ക് സമീപിക്കാം. ഒന്ന്, നമുക്ക് കച്ചവടത്തിന്റെ സക്കാത്തിന്റെ കൂടെ അത് സെപ്പറേറ്റ് കണക്കും ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ കച്ചവടത്തിന്റെ സക്കാത്തിന്റെ നിസാബ് കണക്ക് കൂട്ടുന്നതിന്റെ കൂടെ നമുക്കത് കൂട്ടാം. അങ്ങനെ കൂട്ടുമ്പോൾ കച്ചവടത്തിന് മാത്രമായി നിസാബ് തികഞ്ഞാൽ അതിന്റെ 2.5%, ഇപ്പുറത്ത് പണത്തിന്, ബാക്കിയുള്ള വരുമാനങ്ങളിലൂടെ വന്ന പണത്തിന് ഉള്ളതിന്റെ 2.5% കൂട്ടിക്കൊടുത്താലും വേർതിരിച്ചു കൊടുത്താലും കൊടുക്കേണ്ടത് ഒരേ അളവ് തന്നെയായിരിക്കും. ആകെയുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പണത്തിന് നിസാബ് തികഞ്ഞിട്ടുണ്ടാകും.
അതേ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കച്ചവട സംരംഭത്തിൽ നമുക്ക് നിസാബ് തികഞ്ഞിട്ടുണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ആ കച്ചവടത്തിലൂടെ പണമായി നമ്മളുടെ കയ്യിൽ വന്നത് നമ്മുടെ കൈവശമുള്ള മറ്റു പണത്തിലേക്ക് ചേർക്കണം. എന്നിട്ട് ആ 2.5% കൂട്ടി അത് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പണത്തിൽ നമുക്ക് നിർബന്ധമായ 2.5% സക്കാത്തിൽ ഒരു ഭാഗം സക്കാത്ത് കൊടുക്കാതെ അവിടെ കിടക്കും. അതേ സമയത്ത് അത് കച്ചവടത്തിന്റെ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അബദ്ധം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ശമ്പളം അങ്ങനെയുള്ള ഇനത്തിലൊക്കെ വരുന്ന സമ്പത്ത് ഇതേപോലെ ഏറ്റവും സൗകര്യപ്രദമായ രീതി, അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലുണ്ട് എന്നത് ശരിയാണ്. ഏറ്റവും സൗകര്യപ്രദമായ രീതി, നമുക്ക് ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ പണത്തിന് നിസാബ് തികഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? സക്കാത്ത് കൊടുക്കേണ്ടുന്ന ഒരു ഡേറ്റ് ഉണ്ടാവും. അപ്പോ ഷാബാൻ 30 അന്നാണ് ഒരാൾക്ക് എന്ത് ചെയ്തത്? ഈ കൊല്ലം ഷാബാൻ 30 അന്നാണ് ഒരാൾക്ക് പണത്തിൽ നിസാബ് തികഞ്ഞത്. അയാൾ ഇസ്ലാമിലെ നിയമപ്രകാരം സക്കാത്ത് കൊടുക്കേണ്ടത് അടുത്ത വർഷം ഷാബാൻ 29 പൂർത്തിയായാൽ എന്ത് ചെയ്യണം? അയാൾ 2.5% കൊടുക്കണം. അപ്പൊ ആ സമയത്ത് കണക്ക് കൂട്ടി നോക്കുക, കയ്യിൽ എത്ര പണമുണ്ട്, നിസാബിന് മുകളിൽ പണമുണ്ട് എങ്കിൽ 2.5% കൊടുക്കുക. അതിനിടയ്ക്ക് ചിലപ്പോ അയാൾക്ക് പല വരുമാന മാർഗങ്ങളിലൂടെയും അയാൾക്ക് സമ്പത്ത് കൂടുതൽ വന്നിട്ടുണ്ടാകും. അപ്പോ ഈ 5 ലക്ഷം നിസാബ് തികഞ്ഞത് 5 ലക്ഷം നിസാബ് തികഞ്ഞതിന് ശേഷം അയാളിലേക്ക് വന്നിട്ടുള്ള ധനങ്ങൾ, ആ പണമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ, ശമ്പളത്തിലൂടെയോ മറ്റ് കാര്യങ്ങളിലൂടെയോ വന്നിട്ടുള്ള പണങ്ങൾ ചേർന്ന് ഇത് 10 ലക്ഷമോ 15 ലക്ഷമോ ഒക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ അതിന് ഇടയ്ക്ക് കയറി വന്നതിന്, ആ ഇടയ്ക്ക് കയറി വന്ന സമയത്ത് ഒരു ഡേറ്റ് കണ്ടിട്ട് പിന്നെ ഒരു കൊല്ലം തികയാൻ കാത്തു നിൽക്കണമോ? അതല്ല, ഓൾറെഡി പണത്തിൽ തനിക്ക് നിസാബ് തികഞ്ഞതുകൊണ്ട് ആ നിസാബിന്റെ കൂടെ ചേർത്ത് അതിന്റെ സക്കാത്ത്, തനിക്കുള്ള സക്കാത്ത് ഡേറ്റിൽ കൊടുക്കുകയാണോ വേണ്ടത്? അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണക്ക് കൂട്ടാനുള്ള പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കാനും ഏറ്റവും നല്ലത് ഒരു ഡേറ്റ്, പണത്തിന് സക്കാത്ത് കൊടുക്കുന്ന ഒരു ഡേറ്റ് നമുക്കുണ്ടാവുക. ആ സമയത്ത് നിസാബ് തികഞ്ഞ ധനം എത്ര പണമായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, വ്യത്യസ്ത കറൻസികളിൽ ഉള്ളതൊക്കെ അതിലേക്ക് കൂട്ടണം, ബാങ്ക് അക്കൗണ്ടുകളിലുള്ളത് കൂട്ടണം, കടമായിട്ട് കിട്ടാനുള്ളത് കൂട്ടണം. ഇതൊക്കെ കൂട്ടിയിട്ടുള്ള പണത്തിന്റെ മൊത്തത്തിലുള്ള സക്കാത്ത് കൊടുക്കുന്ന രീതിയാണ് ശരി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒന്ന് പിന്നെ നമ്മുടെ കാർഷിക വിളകളാണ്. അത് മൊത്തത്തിൽ പറഞ്ഞ് തീർക്കുകയാണ്. കാർഷിക വിളകൾക്ക് പിന്നെ അതിന്റെ നിസാബ് എന്ന് പറയുന്നത് 5 വസ്ത് എന്നാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. 5 വസ്ത് എന്ന് പറഞ്ഞാൽ 612 മുതൽ 672 കിലോ വരെ അതിന്റെ കിലോ കണക്കിനുള്ള കണക്ക് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏറ്റവും ചുരുങ്ങിയ കണക്കനുസരിച്ച് 612 കിലോഗ്രാം കാർഷിക വിള ഉണ്ടെങ്കിൽ അതിന്റെ 10%, 5% ആണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിൽ മൂലധനം മാറ്റിവെക്കുന്നത്, സക്കാത്തില്ലാതെ മാറ്റിവെക്കുന്നത്, ഭൂമി മാറ്റിവെക്കുന്നത് കൊണ്ടാണ് അതിൽ സക്കാത്തിന്റെ അളവ് കൂടിയിട്ടുള്ളത്. അതിൽ പിന്നെ അയാൾ ജലസേചനം നടത്തിയതാണെങ്കിൽ 5% കൊടുത്താൽ മതി. അതല്ല, മഴ പെയ്ത് അല്ലെങ്കിൽ ഭൂമിയിലുള്ള പിന്നെ അയാൾക്ക് ചെലവില്ലാത്ത ജലസേചന മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുണ്ടായ കൃഷിയാണെങ്കിൽ 10% അതിൽ കൊടുക്കേണ്ടത്. ഓരോ കാർഷിക പിന്നെ വിളകളുടെയും വിശദാംശങ്ങൾ അതുള്ളവർ പിന്നെ മനസ്സിലാക്കിയാൽ മതിയാകും എന്നാണ് വിചാരിക്കുന്നത്. മറ്റൊന്ന്, കച്ചവടത്തിന്റെ നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയതാണ്. വേറൊന്ന് സക്കാത്ത് നിർബന്ധമാകുന്ന മറ്റൊരു ഇനം എന്ന് പറയുന്നത്, നമുക്ക് പുതിയ കാലത്ത് വന്നിട്ടുള്ള ഒരു കാര്യം, റിയൽ എസ്റ്റേറ്റ് പോലെ അല്ലെങ്കിൽ ഈ പിന്നെ വാടക ലഭിക്കുന്ന ആസ്തിയുള്ളത്, അത് കാർഷിക സക്കാത്തിനോട് പിന്നെ താരതമ്യം ചെയ്തുകൊണ്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ വാടകയ്ക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയ കെട്ടിടങ്ങൾക്ക് സക്കാത്തില്ല, അതിന്റെ മൂല്യത്തിനും സക്കാത്തില്ല, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനാണ് സക്കാത്തുള്ളത്. അപ്പോൾ അതിന് സക്കാത്ത് കൊടുക്കുമ്പോൾ 10% സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മളെ ബാധിക്കുന്ന മറ്റൊന്ന് ഇപ്പോൾ ഷെയറുകളാണ്. ഷെയറുകൾ നമുക്ക് പ്രത്യേകം അത് മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞ് തിരിഞ്ഞാൽ മതി. നമ്മൾ കൃഷിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഷെയറുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് അതിന്റെ സക്കാത്ത് ഉണ്ടാവുക. കച്ചവടത്തിലാണെങ്കിൽ കച്ചവടത്തിന്റെ സക്കാത്താണ് അതിൽ ബാധകമാവുക. മറ്റ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റുകൾ വാടക കൊടുക്കുന്നതിനോ ഒക്കെ ആണെങ്കിൽ അതിന്റെ നിസാബാണ് അതിന് ബാധകമാവുക. അതിന്റെ തോതനുസരിച്ചാണ് അതിന് കൊടുക്കേണ്ടി വരിക. ആകെ അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഷെയറുകളിൽ സക്കാത്ത് നിർബന്ധമാവുക കമ്പനിക്കല്ല,
ഷെയറുകൾ ഓൺ ചെയ്തിട്ടുള്ള വ്യക്തികൾക്കാണ് സക്കാത്ത് നിർബന്ധമാവുക. ഷെയറുകൾക്ക് കമ്പനി സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ വ്യക്തി രണ്ടാമത്തത് കൊടുക്കേണ്ടതില്ല. അതല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? വ്യക്തികൾ അതിന് കൊടുക്കേണ്ടി വരും എന്നതുമാണ് അതിന്റെ കണക്ക്. അവസാനം ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ളത്, നമുക്ക് വിവിധ ധനങ്ങളിൽ സമാന സ്വഭാവമുള്ളപ്പോ പണം, കച്ചവടം, കാർഷിക വരുമാനം, ഇത്തരം കാര്യങ്ങളിൽ ഓരോന്നിലായി നിസാബ് തികഞ്ഞിട്ടില്ല. അതേ സമയത്ത് അതിൽ നിന്നുള്ള വരുമാനങ്ങൾ ചേർത്താൽ 85 ഗ്രാം സ്വർണത്തിന്റെ വിലക്ക് മുകളിലുള്ള ധനം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് 2.5% സക്കാത്ത് കൊടുക്കുകയുമാണ് ഏറ്റവും സൂക്ഷ്മമായി ഇത് കൈകാര്യം ചെയ്യുന്നതിന്റെ രീതി. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അങ്ങനെ മനസ്സിലാക്കാനും ഈ മേഖലയിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ഇനത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും അല്ലാഹു സ്വാലിഹായി സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.